അയ്യോ Happy birthday to you. Happy birthday to you. One hand like this. പേരെന്താ പേരെന്താ അതെന്താ പൊട്ടിച്ചെടുത്തളേ എവിടെ ബാക്കി ഇത് മാത്രം വെച്ചാലോ ഇത് മാത്രം വെച്ചാലോ ഭംഗിയില്ലാന്ന് പറയും ഓൺലി വൺ വെച്ചാലോ ടച്ച് ചെയ്യോ കേക്കില് ഒരെണ്ണം വെച്ചാലോ ഒരു സ്പ്രങ്കി മാത്രം വെച്ചാലോ ആക്ച്വലി ഇവിടെ നമ്മള് സ്പ്രങ്കിയ വെച്ചിരുന്ന അവൻ സമ്മതിച്ചില്ല. സീറ്റ് വാങ്ങി ചിക്കു വരാണ്ട് ഇതിന്റെ
ഞാൻ തന്നെ അയ്യോ വീട്ടിലത്തെ മതിയോ താര? വീട്ടിലുണ്ട്. അയ്യോ അങ്ങനെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. പരിപാടി കഴിഞ്ഞു. വേറെ ബർത്ത്ഡേ ഷൂട്ട് ഒരു ഹായ് പറയോ? ഇവിടെ വരുവോ? ഹായ്. ബർത്ത്ഡേ വെന്റെ മര്യാദക്ക് ഫോട്ടോ ഒന്നും കിട്ടിയില്ല. ആള് നല്ല ഭയങ്കര നെഗറ്റീവ് മൂഡിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും അവിടെ കിട്ടിയില്ല. പക്ഷെ എന്നാലും പരിപാടി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കേക്കൊക്കെ മുറിച്ചു, ഗിഫ്റ്റൊക്കെ കൊടുത്തു, ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പം ഇങ്ങനെ ഒരുവിധം എല്ലാവരും പോയി. എനിക്കെന്ന് വെച്ചാൽ ഒന്നായിട്ട് എല്ലാവരും കൂടെ വരലും മാനേജ് ചെയ്യലും ഒക്കെ ആയിട്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ഈ വ്ളോഗേഴ്സൊക്കെ വീഡിയോ എടുക്കണമെന്നുള്ള കാര്യം. എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല. എനിക്കൊന്നും ആർക്കൊക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ അതിനുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. മീൻസ് ഇവിടെ ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും ഓരോരോ ഹാലിലായിരിക്കുമല്ലോ, ഓരോ തിരക്കിലായിരിക്കുമല്ലോ. അങ്ങനെ ഏതായാലും ഇന്ന് ആക്ച്വലി ഇന്ന് വൈകുന്നേരം റിമി ടോമിൻ്റെയും അങ്ങനെ കുറച്ച് ടീംസിൻ്റെയൊക്കെ ടോബിനെയൊക്കെ വരുന്നൊരു പ്രോഗ്രാം ഉണ്ട്. എന്താണ് കണ്ടോ, ഇതാണ് മൂഡ്. ഒരു ഫോട്ടോ പോലും വരെ കിട്ടിയിട്ടില്ല. അമ്മാതിരി കച്ചറായിരുന്നു. അപ്പം ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പം പോകുമെന്നറിയില്ല. പോവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇത് ആഡ് ചെയ്യാം, പോയില്ലെങ്കിൽ അതുണ്ടാവില്ല. അങ്ങനെ അത് വൈൻഡ് അപ്പ് വീഡിയോ ആയിരുന്നു. ഇപ്പഴാണ് ചുറ്റു പറയണേ, എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവരുടെയും റിട്ടേൺ ഗിഫ്റ്റ് കിട്ടി. യെസ്, എല്ലാവർക്കും ഞാൻ. എങ്ങനെയുണ്ട് മോനു റിട്ടേൺ ഗിഫ്റ്റ്? അത്ര രസം ഉണ്ടാവണം. ഒരു ഭാഗത്ത് അടങ്ങി നിന്ന് അതൊക്കെ ഡിസൈൻ ചെയ്ത് ഒട്ടിച്ച് അതിന്റെ ഫോട്ടോ നിമിഷം എനിക്ക് അയച്ചു തരണം. അതിനാണ് അയച്ചത്. ഡൈനോസറിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം. അതെങ്ങനെ ചെയ്യാന്ന് മനസ്സിലായോ? അതിന്റെ ഫുട്ബോളിന്റെ ഒരു ബുക്ക് വിത്ത് ബിൽഡിംഗ് കാൽക്കുലേറ്റർ. ഇപ്പൊ ഡെയിലി സ്കൂളിൽ കൊണ്ടുപോകണം, മാത്ത് ക്ലാസ്സിൽ ഉപയോഗിക്കണം. മോനു ഈ എന്താ ചെയ്യേണ്ട അറിയോ? അതിന്റെ ബാക്കില് അതിന് ഓരോ നമ്പേഴ്സ് ഇല്ലേ ഗിഫ്റ്റില്, ആ നമ്പറിന്റെ അവിടെയുള്ള കളറ് ഉള്ള സാധനം ബാക്കിൽ നിന്ന് എടുത്തിട്ട് അവിടെ ഗമ്മുണ്ടാവും, ഗമ്മിൽ മുക്കിയിട്ട് ഒട്ടിക്കുക. അപ്പം നിന്റെ പിക്ചർ 3D എഫക്റ്റ് ആയിട്ട് വരും. അത് നിനക്ക് ചെയ്താല്
അത് ചെയ്തതിന്റെ ഫോട്ടോ ജംഷി എനിക്ക് അയച്ചിരുന്നിട്ടുള്ളൂ. എന്നാലുള്ള അടുത്ത കൊല്ലം റിട്ടേൺ ഗിഫ്റ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയൊക്കെ. അപ്പൊ ശരി കേട്ടോ, ബൈ. ആടി പ്രോഗ്രാം ഇവരുടെ ഇന്ന് ഹസ്നെ സ്പോൺസർ ചെയ്യണ ടൊവിനോന്റെ പരിപാടിയാണ്. ഹസ്നയാണ് സ്പോൺസറിനെ ഞാൻ കാണിച്ചു തരാം. ടൊവിനോനൊക്കെ സ്പോൺസർ ചെയ്യാൻ മാത്രമൊക്കെ വളർന്നു. കാണിക്കത് ഡ്രസ്സപ്പ് ചെയ്യാർക്ക് എന്താ? അല്ലല്ല, അവര് ഡ്രസ്സൊക്കെ മാറ്റണം. ഉണ്ടോ ഇതിന്റെ പരിപാടിന്റെ മെയിൻ സ്പോൺസറിന് വിളിക്കണേ. ഏതാ ലെവലില്ലേ? അടുത്ത കരച്ചില്. എന്താ പ്രശ്നം? ഡ്രസ്സ് മാറ്റിയിട്ട് പോവാ പോന്നെ, അതിൽ സ്പേസ് ഇല്ല.